കുറേ പേരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നും പറ്റില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പറയുക, തിരുവനന്തപുരം ഇന്ന് നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാരണക്കാരാണ്. അല്ല, അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തിരുവനന്തപുരത്തല്ല അവരുടെ കോൺസെൻട്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ആയിരിക്കണം. കുറേ പേരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നും പറ്റില്ല. എല്ലാവരെയും ഡെവലപ്മെൻറ്റ് ഭാഗം വരണം. സോ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് പീപ്പിൾ ഓൾസോ മസ്റ്റ് ഓൺ ഇറ്റ്. നമ്മൾ വേറെ ആരെങ്കിലും ചെയ്തോളും, അവർ കുറേ പേര് ചെയ്യും, നമ്മൾ മിണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ ഫ്രൂട്ട് വരുമ്പോൾ നമുക്ക് സൂഹിക്കാം. ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പറയുക, തിരുവനന്തപുരം ഇന്ന് നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാരണക്കാരാണ്. കാര്യം കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയക്കാർ തിരുവനന്തപുരത്ത് വന്നു. അവിടെ വരുന്നു, സെക്രട്ടേറിയറ്റ് ഇവിടെയാണ്, അസംബ്ലി ഇവിടെയാണ്, അവരിവിടെ വരുന്നു, അവർ മീറ്റിംഗ് കൂടുന്നു, ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്നു. അവരെ കംപ്ലീറ്റ് ഭരണം, അല്ലെ അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തിരുവനന്തപുരത്തല്ല അവരുടെ കോൺസെൻട്രേഷൻ. അവരുടെ തീർച്ചയായിട്ടും അവർ ജയിച്ചു വന്ന അവിടെയാണ്. അപ്പോൾ അവരെ കംപ്ലീറ്റ് ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സാധനം ഒരു തലസ്ഥാന നഗരമാണെന്നും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു 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 ഇമ്പോർട്ടൻസും അതിന് ഒരു പരിഗണനയും കൊടുക്കണമായിരുന്നു. ദേ ഡോണ്ട് ഗീവ് ദാറ്റ്. അതെന്തെന്ന് പറഞ്ഞാൽ സംഭവം വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ആസ്ക് ഫോർ ഇറ്റ്. തിരുവനന്തപുരക്കാർ ഇതെല്ലാം സഫർ ചെയ്തുകൊണ്ടിരുന്നു. ഇനി ആ സഫറിങ് നടക്കില്ല. ഇത് നമ്മൾ ചോദിക്കാനും പറയാനും നമുക്ക് ആൾക്കാരുണ്ട്. ഇപ്പോൾ ചേംബർ ഓഫ് കോമേഴ്സ് മാത്രമല്ല, മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ ഇരിക്കുന്ന അജണ്ട ടാസ്ക് ഫോഴ്സ് ഉണ്ട്, എവേക് ട്രാൻഡ്രം ഉണ്ട്, അതുപോലെ നമ്മൾ സ്വസ്തി ഫൗണ്ടേഷൻ എല്ലാവരും ഇരിക്കുമല്ലേ. സോ ഇനി ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇത് വന്നിരുന്നിട്ട് നമ്മളിവിടെ വന്ന് ഇവിടുത്തെ സുഖം മൊത്തം അനുഭവിച്ച് ഇവിടുത്തെ വെള്ളം കുടിക്കുക, വായു ശ്വസിച്ച് പോവുക, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ടാറ്റ ബൈയും പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തേ പോകാൻ പറ്റുള്ളൂ. അതിനി ഇപ്പോൾ ഇലക്ഷൻ വരുന്ന കംപ്ലീറ്റ് രാഷ്ട്രീയ പാർട്ടിയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തിന് വേണ്ടി അടുത്ത മിനിസ്ട്രിയിൽ ഒരു പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാവണം. ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ്, ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് റീജൻ എന്നൊരു പോർട്ട്ഫോളിയോ ഒരു മിനിസ്റ്ററിന് കൊടുത്തിരിക്കണം. കാര്യം ഇത് ഒരു സൈഡ് ട്രാക്ക് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഇതൊരു മെയിൻ പോർട്ട്ഫോളിയോ. ആ പോർട്ട്ഫോളിയോയുടെ കീഴിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടാവണം. ഇതിപ്പം PWD എടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റി വരില്ല, വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് വരില്ല. ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല. ഇതൊരു പോർട്ട്ഫോളിയോയുടെ കീഴിൽ കൊണ്ടുവന്ന് ഒരു മിനിസ്റ്ററുടെ കീഴിൽ കൊണ്ടുവന്ന് പ്യുവർലി ഫോർ ട്രാൻഡം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായേ പറ്റൂ, ഫോർ ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റ്. ആ പോർട്ട്ഫോളിയോ വരുമ്പം all these things will fall in place. അതിന് നമ്മളെല്ലാവരും കൂടെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ വോട്ട് തരാൻ മാത്രം പറഞ്ഞു വിടാതെ ഈ ഒരു ഡിമാൻഡ് വെക്കുക. എവറിബഡി ഷുഡ് ഡിമാൻഡ് ഫോർ ദിസ്, ദാറ്റ് ഓൺലി ദിസ് വിൽ ഹാപ്പൻ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് വി ഗോ ആഫ്റ്റർ ദാറ്റ്. അതിന് പുറമെ പോകുമ്പം വി കൻ ഡെഫിനറ്റ്ലി ഗെറ്റ് വാട്ട് വി വാണ്ട്. എനിക്ക് നല്ല ശുഭവിശ്വാസമാണ് നമ്മൾ ട്രാൻഡം ഇനി വരുന്ന കാലത്ത് ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന സിറ്റിയാവും. ഏറ്റവും ഐ വിൽ സേ വെൽ മാനേജ് ആൻഡ് വെരി വെരി സൈലൻറ്റ് ആൻഡ് എല്ലാ ജനറേഷനും താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയായി മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.